നമുക്ക് ക്രെഡ്, ഫോൺപേ, അതുപോലെ തന്നെ പേടിഎം പോലുള്ള പല ഫിൻടെക് പ്ലാറ്റ്ഫോമുകളിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കറന്റ് അൺഅവൈലബിൾ പോലുള്ള റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് പല പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് റെന്റ് പേയ്മെന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിൽ സാധ്യമല്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15 RBIയുടെ കുറച്ച് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഫോർ പേയ്മെന്റ് ഗേറ്റ്വേസിനും അതുപോലെ തന്നെ പേയ്മെന്റ് അഗ്രഗേറ്റേഴ്സിനും. ആ ഒരു ഡയറക്ഷൻസ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പല ഫിൻടെക് കമ്പനികളുടെ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഈ പറഞ്ഞ റെന്റ് പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെന്റ് സർവീസ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. എന്താണ് പുതുതായിട്ട് വന്ന മാറ്റം? അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഈ ഒരു ചേഞ്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പേടിഎമ്മിലും ക്രെഡിലും അതുപോലെ തന്നെ ഫോൺ പേയിലൊക്കെ ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ കിട്ടാത്തത്? അതിന് കാരണം എന്ന് വെച്ചാൽ അതിന് മിസ്യൂസ് തന്നെയാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് റെന്റ് പേയ്മെൻറ്റ് ചെയ്യാം, പക്ഷേ ആക്ച്വലി യഥാർത്ഥത്തിൽ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് എത്ര പെർസെൻറ്റേജ് ആളുകളുണ്ടാകും? വെറും 1% താഴെ ആളുകൾ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ റെന്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് ഈ പറഞ്ഞ മെത്തേഡിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മെജോറിറ്റി ആളുകളും ഇത് മിസ്യൂസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിലുള്ള ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ക്രെഡിറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പേഴ്സൺ ടു പേഴ്സൺ പേയ്മെന്റ് ചെയ്യാനായിട്ടല്ല, പേഴ്സൺ ടു മർച്ചന്റ് പേയ്മെന്റ് ചെയ്യാനായിട്ടാണ്. മുൻപ് 2024 ഇതുമായി ബന്ധപ്പെട്ട് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആദ്യം എന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെന്റ് ചെയ്തിരുന്നത് റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും കിട്ടാനായിട്ടായിരുന്നു. തുടക്ക സമയത്തൊക്കെ നമുക്ക് റെന്റ് പേയ്മെന്റിനും ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതിനുശേഷം അത് കട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ടാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്കുകൾ തന്നെ കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. നമുക്ക് മാസത്തിൽ ഒരു തവണ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഫീസ് കൊണ്ടുവന്നു. അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ചേഞ്ചസ് വന്നിട്ടും ആളുകൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു റെന്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് മിസ്യൂസ് ചെയ്തു. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് എന്ന് പറയുന്നത് കുതിച്ചു വരികയാണ്. ആളുകൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ പോയി പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾക്കും റിസ്ക് ആണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു അൺസെക്യൂർഡ് ലോണാണ്. സോ അത് തിരിച്ചടക്കാൻ, അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്കും അവിടെ റിസ്ക് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നം ഉടലെടുത്ത സമയത്താണ് കൂടുതൽ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ RBI കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല കാർഡിലും ഉണ്ടായിരുന്ന ലിമിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ബാങ്ക് റിസ്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഇങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്തത്. അതുപോലെ തന്നെ പുതുതായിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ പോലെയല്ല, പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവിങ്ങും കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ മുൻപ് നമുക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി റെന്റ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആർക്കാണോ ഫണ്ട് അയക്കുന്നത് ആളുടെ ബാങ്ക് അക്കൗണ്ട്, UPI ID, അതുപോലെ തന്നെ ആളുടെ പാൻ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് മതിയായിരുന്നു. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ ആളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അഡീഷണൽ ആയിട്ട് കുറച്ച് പ്ലാറ്റ്ഫോം ഫീസും പ്രോസസ്സിംഗ് ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പക്ഷേ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ ഇത് നിരവധി ആളുകൾ മിസ്യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റില്ല. ജസ്റ്റ് നമ്മൾ ആർക്കാണോ ഫണ്ട് അയക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പാൻ നമ്പർ മാത്രം മതിയാവില്ല. ആ ഒരു വ്യക്തി ഒരു മർച്ചൻ്റായിട്ട് KYC ചെയ്തിരിക്കണം ആ പ്ലാറ്റ്ഫോമിൽ. എങ്കിൽ മാത്രമേ ഇനി മുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് റെന്റ് പേയ്മെൻറ്റ് വഴി ഫണ്ട് അയക്കാനായിട്ട് സാധിക്കും. അതാണ് വന്നിരിക്കുന്ന പുതിയ മാറ്റം. അതായത് ഇപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് എടുക്കാനായിട്ട് വേറൊരു വ്യക്തിയുടെ പാനും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. ഇനി അത് പറ്റില്ല. ആ ഒരു വ്യക്തി ആ പ്ലാറ്റ്ഫോമിൽ മർച്ചൻ്റായിട്ട് KYC രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ കൂടുതൽ ട്രാക്കിംഗ് പോസിബിൾ ആണ്. മുൻപ് അങ്ങനെയല്ല. ഇപ്പോൾ ഫണ്ട് അയക്കുന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആരുടെ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത് അവിടെ ആ ഒരു വ്യക്തിയുടെ പാൻ നമ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിലെ പുതിയൊരു സിസ്റ്റം വരുന്ന സമയത്ത് ആളും KYC കംപ്ലീറ്റ് ചെയ്തതായിട്ടുണ്ട് ഒരു മർച്ചൻ്റായിട്ട്. സോ പണം അയക്കുന്ന ആളുടെയും നമ്മൾ ആർക്കാണോ പണം അയക്കുന്നത് ആ ഒരു വ്യക്തിയുടെയും എല്ലാ കാര്യങ്ങളും ട്രാക്കബിൾ ആണ്. സെപ്റ്റംബർ 15 RBI ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഒരു ടൈം ഗ്യാപ്പ്
ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോം നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവർ മിക്ക പ്ലാറ്റ്ഫോമും പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെൻ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ രീതിയിൽ KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മർച്ചൻ്റായിട്ട് ഓൺബോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ആ ഒരു ഓപ്ഷൻ അവർ റിമൂവ് ചെയ്തേക്കാം. കാരണം പ്ലാറ്റ്ഫോംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ പ്രോസസ്സാണ്, അതിനായിട്ട് എക്സ്ട്രാ ഫണ്ട് കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു മർച്ചൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതിനും KYC ഓൺബോർഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. സോ ചിലപ്പോൾ ഈ പറഞ്ഞ ഫീച്ചർ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയേക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ RBI ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്? ഇതിൻ്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഒരു റെഗുലേറ്ററി ആൻഡ് ക്ലാരിറ്റി റിസ്കിന് വേണ്ടിയിട്ടാണ്. മുൻപ് ആദ്യം പറഞ്ഞ പോലെ ഒരു ഫണ്ട് അയക്കണം, ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റിസീവ് ചെയ്യുന്ന വ്യക്തിയുടെ പാൻ നമ്പർ മാത്രം ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷേ ഇനി അത് പറ്റില്ല, ആൾ KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ അവിടെ ആ ഒരു വ്യക്തിയെ നമുക്ക് കൂടുതൽ ഗവൺമെൻറ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന് മിസ്യൂസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. മുൻപ് ജസ്റ്റ് പാൻ മതിയായതുകൊണ്ട് തന്നെ ആളുകൾ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് ഇത് വൈഡായിട്ട് മിസ്യൂസ് ചെയ്തിരുന്നു. കാരണം പാൻ മാത്രം മതി. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മർച്ചൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആളുകൾ അതിന് മുതിരത്തില്ല. അവർ ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ടിലേക്ക് ഫണ്ട് എടുക്കുന്നത് അവിടെ ഒഴിവാക്കാനായിട്ട് സാധ്യത. സോ മിസ്യൂസ് അവിടെ തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മണി ലോണ്ടറിങ് പോലുള്ള ഇടപാടുകളും ഈ പറഞ്ഞ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. സോ അതും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഗവൺമെൻറ്റിന് കൂടുതലായിട്ട്, പ്രത്യേകിച്ച് RBIക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഫണ്ട് ട്രാൻസ്ഫറിൽ ഒരു ട്രാക്കിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടുപേരുടെയും KYC അവിടെ കംപ്ലീറ്റ് ആയതുകൊണ്ട്. പിന്നെ ബാങ്കുകൾക്ക് വന്നിരുന്ന ഒരു റിസ്ക് കുറയ്ക്കാൻ, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലൈഫിലും കൊണ്ടുവരാൻ, അതൊക്കെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. ആദ്യം പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുത്ത് അത് റോൾ ചെയ്യുന്നത് കൊണ്ടാണ്. പലപ്പോഴും തിരിച്ചടക്കാൻ സാധിക്കാതെ വരും. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുത്തിട്ട് വേറെ കാർഡിൻ്റെ ബില്ലടക്കും, അങ്ങനെ റോൾ ചെയ്ത് പോകുന്ന നിരവധി ആളുകളുണ്ട്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അൺസെക്യൂർഡ് ലോണാണ്. കൊടുക്കുന്ന ആ ഒരു ക്രെഡിറ്റ് കാർഡിലെ തുക എന്ന് പറയുന്നത് കളക്ട് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ റിസ്ക്കാണ്. കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് ഡേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, NPA റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബാങ്കിൻ്റെ റിസ്ക് കുറക്കാം. അതുപോലെ തന്നെ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി വീഴുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെ ഈ ഒരു നീക്കത്തിൻ്റെ പിന്നിലുണ്ട്. ഇനി പുതിയ ചേഞ്ച് എങ്ങനെയാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ച് സിനാരിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻ്റ് പേയ്മെൻറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുൻപ് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ജസ്റ്റ് റിസീവറിൻ്റെ പാൻ നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫണ്ട് അയക്കാനായിട്ട് സാധിച്ചിരുന്നു. ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ഉണ്ടാകും. ആ ഒരു പീരീഡ് വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു ഫണ്ട് റോൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ പുതിയ ചേഞ്ച് എന്ന് പറയുന്നത് മിക്ക പ്ലാറ്റ്ഫോമിൽ ഇത് ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെൻ്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്. അപ്പോൾ വരുന്ന നഷ്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫണ്ട് റോളിങ് പോസിബിൾ ആവില്ല. കാരണം ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ മിസ്യൂസ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ അതിന് പോസിബിൾ ആവില്ല. ഇനിയിപ്പോൾ ശരിയായ രീതിയിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് റെൻ്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡിൽ കിട്ടില്ല. ആ ഒരു വ്യക്തി മറ്റേതെങ്കിലും ഓപ്ഷൻ കണ്ടെത്തേണ്ടതായിട്ട് വരും, ആളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. ഇനി ലാൻഡ് ലോഡ് ആണെങ്കിൽ മുൻപ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് റെൻറ്റ് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഡിലേയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഡിജിറ്റലി അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിരുന്നു. ഒറിജിനൽ റെൻറ്റ് റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഫേക്കായുള്ള റെൻറ്റ് പേയ്മെൻറ്റിൻ്റെ കാര്യമല്ല വരുന്നത്. ഒറിജിനൽ ആണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് റെൻറ്റ് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് വലിയൊരു ഫ്രിക്ഷൻ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ പുതിയ ചേഞ്ച് വരുന്ന സമയത്ത് ഈ ഒരു ലാൻഡ് ലോഡിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ പോയിട്ട് റെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ലാൻഡ് ലോഡ് ഒരു KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, മർച്ചൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു ലാൻഡ് ലോഡ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ റെൻറ്റ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. കോംപ്ലിക്കേഷൻ ഉള്ളതാണെങ്കിൽ പലരും അതിന് തയ്യാറാവില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡിൽ ഫണ്ട് റിസീവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇത് മിസ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ, അതായത് കറക്റ്റായിട്ടുള്ള റെൻറ്റ് പേയ്മെൻറ്റ് അല്ല ജസ്റ്റ് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് മിസ്യൂസ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇനി പോസിബിൾ അല്ല. അവർ സംബന്ധിച്ചിടത്തോളം അവർ വേറെ ഏതെങ്കിലും വഴി നോക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ അവർ പോയിട്ട് മർച്ചൻ്റായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വേറെ ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് വരും. ലൈക്ക് ഇപ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസേണും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും അതിന് മുതിരില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വഴി നോക്കേണ്ടതായിട്ട് വരും. സ്പാമിങ് ഇനി നടക്കില്ല. ഇനി ഫിൻടെക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൽ കുറവ് സംഭവിക്കും. അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെൻറ്റ് പേയ്മെൻറ്റ് സർവീസ് നൽകുക വഴി ഓരോ ട്രാൻസാക്ഷനും പ്ലാറ്റ്ഫോം ഫീസൊക്കെ ആയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അതിനി മുതൽ പോസിബിൾ അല്ല. ഒന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു സർവീസ് അവർ ഷട്ട് ഡൗൺ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ അവരുടെ ബിസിനസ് മോഡലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തും. അതുമല്ലെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ RBI ഗൈഡ് ലൈൻ പോലെ തന്നെ ഒരു മർച്ചൻ്റായിട്ട് കസ്റ്റമറിനെ ഓൺബോർഡ് ചെയ്യാനുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പഴയ പോലെ തന്നെ ഈ ഒരു സംവിധാനം പിന്നെയും വരും. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ ഈ സർവീസ് സ്റ്റോപ്പ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ RBIയുടെ ഡയറക്ഷൻ പോലെ ഈ ഒരു കസ്റ്റമറിനെ മർച്ചൻ്റായിട്ട് ഓൺബോർഡ് ചെയ്യാനുള്ള KYC പ്രോസസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പഴയ പോലെ തന്നെ വീണ്ടും സർവീസ് കൊടുക്കും. പക്ഷേ കോംപ്ലിക്കേഷൻസ് ആവാനുള്ള സാധ്യതയാണുള്ളത്. ഈസി ആയിട്ട് ഒരാൾക്ക് പോയിട്ട് ഓൺബോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ ഓൺബോർഡ് ചെയ്താൽ തന്നെ ഭാവിയിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൺസേണും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ആസ് എ യൂസറിനെ സംബന്ധിച്ചിടത്തോളം യൂസർ പോയിട്ട് ഈ പറഞ്ഞ രീതിയിൽ മർച്ചൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്ത് ചേഞ്ചാണ് വരുന്നത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിലവിലെ ഈ ഫീച്ചേഴ്സൊക്കെ ക്രെഡിറ്റും ഫോൺപേയും പേടിഎം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ റെൻ്റ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിട്ട് വരും. ലാൻഡ്ലോഡിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി NEFT RTGS IMPS വഴിയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ UPI വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊക്കെ ഫ്രീ ആണ്, പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ റെൻ്റ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിൽ അത് പോസിബിൾ ആവില്ല. നമ്മളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് റെൻറ്റ് കൊടുക്കാനായിട്ട് ഫണ്ട് സെപ്പറേറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനായിട്ട് ഇനി മുതൽ സാധിക്കില്ല. ഇനി അതും അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിലേക്ക് തിരികെ പോകേണ്ടതായിട്ട് വരും. ക്യാഷ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ DD അല്ലെങ്കിൽ ചെക്ക് അങ്ങനെയുള്ള പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പ്ലാറ്റ്ഫോം മർച്ചൻ്റായിട്ട് കസ്റ്റമറിനെ ഓൺബോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിയുവാൻ നേരത്ത് നിങ്ങളുടെ ലാൻഡ് ലോഡിനോട് പറഞ്ഞ് അത് ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ നിങ്ങൾക്ക് റെൻറ്റ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്പാം കുറയും. ആദ്യം പറഞ്ഞ രീതിയിൽ ഫേക്കായിട്ട് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് എടുത്തുകൊണ്ടിരുന്നവർക്ക് അത് ഇനി മുതൽ പോസിബിൾ ആവില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി